ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ സെപ്പറേഷൻ പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ടവർ കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, Page of Wands, Justice card, Ace of Wands, Seven of Wands, Four of Wands. കൂടുതൽ നമുക്ക് വാൻഡ്സിന്റെ കപ്സിന്റെ കാർഡുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹെർമിറ്റ് കാർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നയൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോഡ്സ്, ഓക്കെ, സിക്സ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിനി മാസ്റ്റർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ഫസ്റ്റ് കാർഡ് തന്നെ ടവർ കാർഡാണ്. അപ്പം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഒരു വലിയൊരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി മൂലം ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള ഷോക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ പ്രവൃത്തികളോ ഒക്കെ മൂലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഷോക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഷോക്കാകാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു ഷോക്ക് ഇപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളതാണ്. എങ്ങനെയാണെങ്കിലും അത് പാർഷ്യലി നോക്കുമ്പോൾ നിങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു ഷോക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഒരു പെട്ടെന്ന് തന്നെ ഒരു സഡൻ എൻഡിങ് ആണ് നടന്നിട്ടുള്ളത്. ഇതൊരു സാധാരണ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു സഡൻ ആയിട്ട് എന്തോ ഒരു സത്യം പുറത്തു വന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ആയിട്ടോ എന്തോ ഒരു ഫൈറ്റ് നടന്നതിന് ശേഷം ആ ഒരു ട്രൂത്ത് വെളിയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും പറ്റിക്കപ്പെടുക അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഇവിടെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു ശരിക്കും ഒരു റീസെറ്റ് എനർജിയാണ്. പഴയൊരു സ്ട്രക്ചർ ഇവിടെ മൊത്തത്തിൽ പോയിട്ട് പുതിയൊരു വേർഷനിലേക്ക് ഈ ഒരു പേഴ്സണും നിങ്ങളും ഈ റിലേഷൻഷിപ്പും എല്ലാം മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. നമുക്ക് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു സിക്സ് ഓഫ് കപ്സ്, രണ്ട് കപ്സിന്റെ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോഴും ഈ ഒരു പേഴ്സൺ സ്റ്റിൽ ഒരു പ്യുവർ ലവ് തന്നെയാണ് നിങ്ങളോടുള്ളത്. ഇമോഷൻസ് എല്ലാം വീണ്ടും റിന്യൂവൽ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള മെമ്മറീസ്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന പോലെയുള്ള ഫീലിങ്സ്, ഇതൊക്കെയാണ് അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നോക്കുകയാണ്. പാസ്റ്റിലെ ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. ആ ഒരു ഓർമ്മകൾ വരുന്ന സമയത്തൊക്കെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഫീലിങ്സുകളാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ തീർത്ത് പറയാനായിട്ട് പറ്റും. ഉള്ളിൻ്റെ ഉള്ളിൽ സ്റ്റിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട്, പക്ഷെ അതൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്.
പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പേജ് ഓഫ് വാൻസും അതുപോലെ തന്നെ നമുക്ക് ഏസ് ഓഫ് വാൻസ്, ഓക്കെ, ഏസ് ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസ്, പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ മാസ്റ്റർ കാർഡ്, നൈറ്റ് ഓഫ് വാൻസ്. ഈ ഒരു 3 വാൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സയൻസ് ആണ്. ഈ ഒരു 3 കാർഡുകളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസയർ ഇപ്പോഴും നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ കാർഡ് വരുമ്പോഴത്തേക്കും ഒരു ഇമ്പൾസീവ് റിട്ടേൺ എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. അതായത് അവര് ഒരിക്കലും ഒരു സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നൊരു മെസ്സേജ് അയക്കാനോ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ ഹൈ ആണ്. പക്ഷെ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണോ ഇവർ റിട്ടേൺ വരുന്നത് എന്നത് നമുക്ക് അടുത്തൊരു റീഡിങ്ങിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തരാനാണോ അവർ വരുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ജസ്റ്റിസ് കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ശരിക്കും ഒരു കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അതായത് നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് കർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തോ ഒരു കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ആണ്. അതിൽ നിന്ന് കുറച്ച് ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ആക്ഷൻസിന്റെ ഒരു റിസൾട്ട് തന്നെ ഫ്യൂച്ചറിൽ ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള ഒരു കർമാസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഒരു ബാലൻസ് വന്നാൽ മാത്രമേ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആകുകയുള്ളൂ. ആ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമുക്കിവിടെ കുറെ ചലഞ്ചസ് ഉണ്ട്. നമുക്കിവിടെ 7 ഓഫ് വാൻസ് എന്നൊരു കാർഡ് കാണുന്നുണ്ടല്ലോ. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഈഗോ ഉണ്ട്, അതുപോലെ തന്നെ വളരെയധികം ഡിഫെൻസീവ്. ഇവിടെ ഈ ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്ത് പ്രശ്നം വന്നാലും അതിനെ തടുത്ത് നിർത്താനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. വളരെ ഡിഫെൻസീവ് ആയിട്ട് ഉള്ള എനർജി വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈഗോ ഉള്ള ഒരു പേഴ്സണാണ്. അപ്പൊ ഈ ഒരാള് ഒരിക്കലും ഒരു വീണു പോകാനായിട്ട് അല്ലെങ്കിൽ തോറ്റു പോകാൻ എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വ്യക്തിയാണ്. ഒട്ടും റെഡിയല്ല അവരതിനെ. അത് തോറ്റു പോവുകയോ താന്നു കൊടുക്കുക ഇതൊന്നും അവരെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും അവർക്ക് വളരെ കൂടുതലാണ്. അതായത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്നല്ല മറ്റാരുമായിട്ട് ഇവരൊരു കണക്ഷനിൽ വന്നു കഴിഞ്ഞാലും അവരെ ട്രസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരെപ്പോഴും ഒരു സംശയമായിട്ടാണ് ആ ഒരു പേഴ്സൺ കാണുക. പിന്നെ ഞാൻ ഇനി ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഹേർട്ട് ആകുമോ എന്നിങ്ങനെ ഒരു പേടി. അത് ചിലപ്പോൾ അവരുടെ പാസ്റ്റിലെയോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രോമാസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ചിലപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വീണ്ടും ഇനിയൊരു നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ഹേർട്ട് ആകുമോ എന്ന് ഇവർ ചിന്തിക്കുന്നു. അത് ഇവർക്കൊരു വളരെയധികം ഒരു ചലഞ്ചസ് ആണ് കൊടുക്കുന്നത്. അതാണ് ഒരു മെയിൻ തടസ്സമായിട്ട് ഇവിടെ കാണുന്നത്. മെയിൻ ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു കോണ്ടാക്റ്റിനും അതുപോലെ തന്നെ റീയൂണിയനും ഇടയിൽ മെയിൻ ബ്ലോക്ക് ആയിട്ട് കാണുന്നത് ഈ ഒരു കാര്യമാണ്. ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യവും. അതുപോലെ തന്നെ കാരണം അവർ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടുള്ള വ്യക്തികളെല്ലാം അവരെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ പറ്റിക്കപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു വ്യക്തി ജനുവനായിട്ട് അവരുടെ കൂടെ നിന്നാലും അവർക്ക് ആ ഒരു പേഴ്സൺ അവരെ ചീറ്റ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു തോന്നലുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു തോന്നലിൽ നിന്ന് അവർക്കൊരു ഫിയർ ഉണ്ടാവുകയും അത് അവര് ഇനിയും മുന്നോട്ട് ഹർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ പറ്റിക്കപ്പെടും എന്നൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യും. അപ്പം വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മെയിൻ ബ്ലോക്ക് ഇതാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വരുന്നുണ്ടല്ലോ. 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു വെരി പോസിറ്റീവ് കാർഡാണ്. ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. അതായത് സ്റ്റേബിൾ ആയിട്ട് തന്നെ വളരെ സെലിബ്രേഷനോടുകൂടി ഒരു റീയൂണിയൻ നമുക്കിവിടെ പറയാനും പറ്റും. പക്ഷെ ഇതൊരു എഫേർട്ട് പ്ലസ് ഹീലിംഗ്, ഈ 2 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഫുള്ളി മാനിഫെസ്റ്റ് ആകുകയുള്ളൂ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് ചേർന്ന് ഒരു എഫേർട്ട് ഇടണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഒരു ഹീലിംഗിലേക്കും പോകണം.
എങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഫുള്ളി ഈ ഒരു റീയൂണിയൻ പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡും പേജ് ഓഫ് സോർട്സും. ഓക്കെ, അപ്പൊ ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ, ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇന്നറിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം ഇത്. ഈ ഒരു ഡിസ്റ്റൻസ്, നിങ്ങളുമായി സെപ്പറേഷനിൽ പോയതിനു ശേഷം താൻ ഒറ്റപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു രീതിയിൽ അവര് ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് തേടി പോകുന്ന പോലത്തെ ആ ഒരു മൈൻഡിലാണ് അവർ നിൽക്കുന്നത്. പേജ് ഓഫ് സോർട്സ് വരുമ്പോഴത്തേക്കും ഒരു നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസ് വഴി നോക്കി നിങ്ങളെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളോട് ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് പേജ് ഓഫ് സോർട്സിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കറന്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് അപ്രോച്ച് ഇല്ലെങ്കിലും നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു രണ്ട് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കിവിടെ ഒരു ഒറ്റപ്പെട്ട പോലെ അവസ്ഥയ്ക്ക് ഹെർമിറ്റ് കാർഡൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണ്, അവര് തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു സഡൻ ആയിട്ട് നടക്കുന്ന ഒരു റിട്ടേൺ, നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ് ഒരിക്കലും നടക്കില്ല. കാരണം നൈറ്റ് ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സ്നേഹമുണ്ടോ, ഓക്കെ. അപ്പൊ ഇതൊരു സ്ലോലി റീബിൽഡ് ചെയ്ത്, ഒരു പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി അതാണ് നമുക്ക് പറഞ്ഞിരുന്നത്. സ്ലോലി അത് റീബിൽഡ് ചെയ്ത് മുന്നോട്ട് വരും. അപ്പം ഇതിൽ ഏറ്റവും ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈഗോയും ഉണ്ട്, അതുപോലെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഹേർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാതെ, ഒരു ഹീലിംഗ് ചെയ്യാതെ ഇത് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആകില്ല എന്നുള്ളതും കൂടിയാണ് നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അവര് നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ പഴയതുപോലെ തന്നെ വരും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം പഴയതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് എങ്കിൽ വീണ്ടും ആ ഒരു സെയിം പാറ്റേൺ, ആ ഒരു സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ആവുകയും നിങ്ങൾ ഒരു വേദനയിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥ വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഈ ഒരു പേഴ്സണും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബന്ധം ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പേഴ്സൺ എപ്പോഴാണ് നിങ്ങളിലേക്ക് തിരികെ വരിക എന്നത് നമ്മളോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ പേജ് ഓഫ് വാൻസ് പറയുമ്പോഴത്തേക്കും ഒരു നിങ്ങളോടൊരു നല്ല രീതിയിലുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇവർ ഈ നൈറ്റ് ഓഫ് വാൻസ് വരുമ്പോഴത്തേക്കും ഒരു സഡൻ ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് പിന്നെ നമുക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് റീബിൽഡ് ചെയ്ത് വരാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ വാൻസിന്റെ എനർജി നമുക്കൊരു ഫാസ്റ്റ് മൂവ്മെന്റ്സ് തരുന്നത് പോലെ തന്നെ പെന്റക്കിൾസ് വരുമ്പോൾ കുറച്ചൊരു സ്ലോയുമാകും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ വരുന്നത് 2 മുതൽ 8 വരെയുള്ള ആഴ്ചകൾക്കുള്ളിൽ ഒരു കോണ്ടാക്ട് വരാനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതൊരു സഡൻ മെസ്സേജോ ഒരു കോളോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പെന്റക്കിൾസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു റീകൺസിലേഷൻ 2 to 3 months വരെ ഒരു സ്ലോ പ്രോഗ്രസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു ടൈം പറയാതെ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റും സ്ലോയും. അപ്പോൾ കുറെ ആളുകൾക്ക് ഒരു 2 to 8 വീക്സിനുള്ളിൽ റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു സഡൻ മെസ്സേജ് കോളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കുറെ ആളുകൾക്ക് 2 to 3 monthsനുള്ളിൽ ഒരു സ്ലോ പ്രോഗ്രസ് ഈ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, soul messages from your person. Soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, I want to spend all my seconds, minutes and hours with you. ഓക്കെ, അവരുടെ ലൈഫിലെ ഇപ്പോഴത്തെ ഓരോ സെക്കൻഡ്സും മിനിറ്റ്സും മണിക്കൂറുകളും ഒക്കെ നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സെക്കൻഡ്,
ഐ നോ ഐ ഹേർട്ട് യു, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന്. അവർ ചിലപ്പോൾ ഡിസിഷൻ എടുത്ത് സെപ്പറേഷന് പോയിട്ടുള്ളതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചു പോയി എന്ന്, നിങ്ങളെ ഹേർട്ട് ചെയ്തു ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അവർ പറയണം. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഞാൻ മുന്നേ മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ഈ നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹം ഇത്രയും ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല, ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് എന്നാണ് പേഴ്സൺ പറയുന്നത്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഓക്കെ, അവർക്ക് ഒത്തിരി റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്ന ഒരു സമയം കൂടിയാണിത്, അതാണ് അവരോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. There was a time when I was suffering alone, but then you came and rescued me from the darkness. Okay, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ഡാർക്ക്നെസ്സിലൂടെ, അതായത് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയും അവിടെ നിന്നെല്ലാം ആ ഒരു ഇരുട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് നീ. അതുകൊണ്ട് ഞാൻ ഇന്നും നിന്നെ ഓർക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർക്കും വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ പുഞ്ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബേബി ഐ ആം അഡിക്റ്റഡ് ടു യു. ഓക്കെ, നിങ്ങളോട് വളരെയധികം അഡിക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, ആരാധനയുണ്ട് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഞാൻ നിന്നോട് ചെയ്തു പോയിട്ടുള്ളത്, അതിനെല്ലാം ഞാൻ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 25 ആണ്. 1994, 1984, ലെറ്റർ ഇ, റെയിൻബോ സൈൻസ്. അതൊരു മാറ്റത്തിന്റെ സൈനാണ്. ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവളിലെ മറുകളിലെ വ്യക്തികളാണ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002, ലെറ്റർ എസ്, 1980, 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി, ഡാൻസ്, പോലീസ്, ലവ് ബിൾ, ഗെയിമിംഗ്, 1989, ഫുട്ബോൾ, 1995, യു ക്യാൻ ട്രസ്റ്റ്, 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 2003, 6 days, 1 week, 1986, June month, number 32, September month, number 51, life change, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്. നമ്പർ 25, ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 48 അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.